മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് താൽക്കാലിക സ്റ്റേ. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ നടപടി സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. കൃഷ്ണരാജ്, മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരായിട്ട് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതായത് സിംഗിൾ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് തുടരാം. അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയൽ സ്വീകരിക്കുകയും വിശദവാദത്തിനായിട്ട് അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഈ ഇടക്കാല ഉത്തരവിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിന്മേൽ, ഈ മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം. നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് മുൻപത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടത്തുവാനായിട്ടും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുമാണ്. വഖഫ് ട്രിബ്യൂണലുമായിട്ടോ അല്ലെങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെയുള്ള വിഷയങ്ങളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കമ്മീഷൻ പരിഗണിക്കുന്നില്ല. ടേംസ് ഓഫ് റെഫറൻസിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശുപാർശകൾ നടപ്പിലാക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കുന്നത്. ഒപ്പം തന്നെ ആ ശുപാർശകൾ നടപ്പിലാക്കേണ്ട ബാധ്യത സർക്കാരിനില്ല എന്നും കൂടി അപ്പീൽ പരിഗണിച്ച സമയത്ത് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായിട്ട് തുടരാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമനം റദ്ദാക്കിയ നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധി ഹൈക്കോടതി നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നുവല്ലോ. ഇതിപ്പോൾ സർക്കാരിന് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ടോ? ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നേരത്തെ റദ്ദാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ഇത്തരം ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് എന്നുള്ളതായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ. ഇത് വലിയ രീതിയിൽ അടിയായിട്ട് മാറുകയും ആ വിമർശനം രേഖാമൂലമൊക്കെ വരികയും ചെയ്തത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് അപ്പീലുമായിട്ട് വന്നുകൊണ്ട് ഇത്തരത്തിൽ ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ പ്രവർത്തനം തുടരാനായിട്ട് അനുമതി നൽകണമെന്നുള്ള ഒരു ആവശ്യം ഡിവിഷൻ ബെഞ്ചിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും അപ്പീൽ പരിഗണിച്ചുകൊണ്ട്, അപ്പീൽ ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ താൽക്കാലികമായിട്ടെങ്കിലും മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്നാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. നേരത്തെ പക്ഷേ രേഷ്മ, ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിന് വിലക്കുണ്ടല്ലോ. അതായത് റിപ്പോർട്ടിൽ അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുത് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു, നിർദ്ദേശം നൽകുന്നു. അതെ, അതായത് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് സമർപ്പിക്കാം. പക്ഷെ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സംസ്ഥാന സർക്കാരിന് എടുക്കാൻ സാധിക്കത്തില്ല, പ്രത്യേകിച്ച് ഈ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അത് തന്നെയാണ് നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷന്റെ പ്രവർത്തനം തുടരട്ടെ, പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനുമേൽ തുടർ നടപടി എടുക്കാനായിട്ട് നിലവിൽ അനുമതി നൽകുന്നില്ല. മറിച്ച് അപ്പീലിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷമായിരിക്കണം ഇക്കാര്യത്തിൽ ഒരു ശുപാർശ അല്ലെങ്കിൽ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഈ പറയുന്ന സർക്കാരിന് എടുക്കാൻ സാധിക്കൂ എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ അതായത് സർക്കാരിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, പക്ഷേ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരട്ടെ, അങ്ങനെയെങ്കിൽ ആശ്വാസം മാത്രമല്ല. കൃഷ്ണരാജ്, ഇതൊരു ആശ്വാസം എന്ന് പറയാൻ സാധിക്കത്തില്ല. അതായത് നിയമാനുസൃതം പ്രവർത്തനം തുടരാനായിട്ട് ഈ പറയുന്ന കമ്മീഷന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടും സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാം. പക്ഷേ ഈ റിപ്പോർട്ടിന്മേൽ ഒരു തുടർ നടപടി സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതായത് മുൻപത്തെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ തുടരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ
സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന നടപടികൾ വരെയാണ് ഇനി കൈക്കൊള്ളാൻ സാധിക്കുക. തുടർ നടപടികളിലേക്ക് പോകണമെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി അത്യന്താപേക്ഷിതമാണ്. അത് മാത്രമല്ല, ഈ അനുമതി ലഭിക്കുന്നത് അപ്പീൽ പരിഗണിച്ചുകൊണ്ട് എതിർകക്ഷികളുടെ അടക്കം, അതായത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹർജിക്കാരായിട്ട് വന്നവർ തന്നെയാണ് എതിർകക്ഷികളായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിലുള്ളത്. ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഈ എതിർകക്ഷികളുടെ അടക്കം വാദം കേട്ട ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടക്കുക. അതുവരെയുള്ള ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിലാണ് നിലവിൽ ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാനായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകുകയും ശരി, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് താൽക്കാലിക സ്റ്റേ. അതായത് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം, പക്ഷേ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിന് വിലക്കുണ്ട്. അതായത് അനുമതിയില്ലാതെ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുന്നു. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബുവാണ്.